എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയുള്ള ഓൺലൈൻ അപേക്ഷകൾ ആരംഭിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻഗണനാ റേഷൻ കാർഡ് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിരവധി സഹായങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് വേണം. അടുത്തിടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷയുടെ മുഖ്യ രേഖ മുൻഗണനാ റേഷൻ കാർഡ് അല്ലെങ്കിൽ AAY മഞ്ഞ റേഷൻ കാർഡാണ്. അതില്ലാത്തവർക്ക് ആ ഒരു സഹായമില്ല. ഇതുപോലെ നിരവധി സഹായങ്ങളാണ് മുൻഗണനാ റേഷൻ കാർഡ് ഉണ്ട് എങ്കിൽ ലഭിക്കുക. ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടാൻ അർഹരായ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കുള്ള സുവർണ അവസരമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. നവംബർ 17 മുതൽ ഡിസംബർ 16 വരെയാണ് ഈ അവസരം ഉള്ളത്. മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ള 10 ലക്ഷത്തിലേറെ പേരുടെ ഒഴിവുകൾ തുടരുന്നതിനാൽ കേരളത്തിൽ അത് ആശങ്കയാണ്. ഇത്രയും പേർക്കുള്ള സൗജന്യ റേഷൻ വിഹിതത്തിന്റെ അലോട്ട്മെന്റ് നിർത്തലാക്കാൻ കേന്ദ്രം ഭാവിയിൽ നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. നിലവിലുള്ള മുഴുവൻ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടത്തിയപ്പോൾ വന്നതാണ് ഇത്രയും ഒഴിവുകൾ. ഇത് മാത്രമല്ല, അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ സ്വമേധയാ തിരിച്ചേൽപ്പിക്കാനുള്ള അവസരം നൽകുകയും ഓപ്പറേഷൻ യെല്ലോയിലൂടെ പിടിച്ചെടുക്കുകയും ചെയ്തതിലൂടെ നിരവധി ഒഴിവുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉണ്ടായത്. നിരവധി തവണയാണ് ഇതിനകം മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അർഹരുടെ അപേക്ഷ ക്ഷണിച്ചത്. പക്ഷേ ഒഴിവുകൾക്കനുസരിച്ചുള്ള അപേക്ഷ വരാത്തത് കൊണ്ട് തന്നെ ഒഴിവുകൾ നികത്തിയില്ല എങ്കിൽ അത് സംസ്ഥാനത്തിന് തിരിച്ചടിയാകും. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിന് 1.54 കോടി ആകെ ജനസംഖ്യയുടെ 43% പേരെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായി കണക്കാക്കി സൗജന്യ റേഷനിൽ ഉൾപ്പെടുത്താനാവുക. ഈ വർഷം മാർച്ചിൽ മസ്റ്ററിംഗ് 1.43 കോടി ആളുകളാണ് ഈ നടപടികളുടെ ഭാഗമായത്. 5.94 അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡിലും 35.79 പ്രയോറിറ്റി ഹൗസ് ഹോൾഡേഴ്സ് PHH പിങ്ക് റേഷൻ കാർഡിലുമാണ് ഇത്രയും വ്യക്തികൾ ഉൾപ്പെടുന്നത്. തുടർന്ന് കേരളത്തിൽ ഇല്ലാത്തവരും മരിച്ചു പോയവരുമായ ആളുകളുടെ വിവരങ്ങൾ തേടി റേഷൻ ഇൻസ്പെക്ടർമാർ താഴെത്തട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അതേസമയം 99.58 പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി എന്ന നിലപാട് ആണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ബാക്കിയുള്ള 10 ലക്ഷത്തിലേറെ പേരുടെ ഒഴിവിന്റെ കാര്യത്തിൽ സർക്കാരും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും മൗനം തുടരുകയാണ്. ഇതിനിടെ 2 ഘട്ടമായി മുൻഗണന ഇതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും അർഹരായവർക്ക് പിങ്ക് റേഷൻ കാർഡ് നൽകാൻ അപേക്ഷ ക്ഷണിച്ചെങ്കിലും 70,000 പേര് മാത്രമാണ് സർക്കാർ നടപടി പ്രകാരം അർഹരായി കണ്ടെത്തിയതുള്ളൂ. മാനദണ്ഡങ്ങളിലും അതുപ്രകാരം നൽകുന്ന മാർക്കിലും ഇളവുകൾ നൽകിയിട്ടും ആളുകളെ കണ്ടെത്താനായിട്ടില്ല. 28,300 കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം കഴിഞ്ഞ ആഴ്ച ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിച്ചിരുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ചവർക്കാണ് പിങ്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത്. ഇത്രയും ഒഴിവുകൾ ഉള്ളപ്പോഴും അർഹരായിട്ടുള്ള പലർക്കും റേഷൻ കാർഡ് ലഭിക്കുന്നില്ല എന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പരാതി നിലനിൽക്കുന്നുണ്ട്. 60,000-ഓളം കുടുംബങ്ങൾ വിവിധ നടപടികളിലൂടെ അതിദാരിദ്ര്യമുക്തരാക്കി എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സാമ്പത്തികമായും ശാരീരികമായും പ്രയാസങ്ങളിൽ കഴിയുന്ന ആയിരക്കണക്കിന് പേർ ഇനിയും മുൻഗണനാ റേഷൻ കാർഡിന് എന്തായാലും ഇന്നു മുതൽ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയുള്ള ഓൺലൈൻ അപേക്ഷകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അപേക്ഷ നൽകുമ്പോൾ കൂടുതൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പഞ്ചായത്തിൽ നിന്നും BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് എങ്കിൽ പദ്ധതിയിൽ ഉൾപ്പെടാൻ സഹായകരമാകും. മറ്റ് ക്ലേശതകൾ ഉണ്ട് എങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി വെക്കുക. രോഗികൾ ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടി അപേക്ഷിക്കുക. നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകളിൽ വളരെ കുറച്ച് അപേക്ഷകൾ മാത്രം വരികയാണ് എങ്കിൽ അപേക്ഷിക്കുന്നവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പ് ലഭിക്കാത്ത ആളുകളും അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തമായി ആവശ്യത്തിനുള്ള 4 ചക്ര വാഹനം, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 1 ഏക്കറിലധികം ഭൂമി, 25,000 രൂപയ്ക്ക് മുകളിലുള്ള മാസ വരുമാനം, സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, ആദായനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, ഇങ്ങനെയുള്ളതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ. ഇതിൽ ഉൾപ്പെടാത്ത എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട്. ഉടനെ നാളെ മുതൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡിസംബർ 16 വരെ മാത്രമാണ് അവസരം ഉള്ളത്. അപേക്ഷിച്ച് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷന് ഇതിലെ സ്ത്രീ അംഗങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.